ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കോഴിക്കാലിൻ്റെ റെസിപ്പിയാണ്. നല്ല അടിപൊളി വെറൈറ്റി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അത്യാവശ്യം തോനെ ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇത്രയൊന്നും ആവശ്യമില്ല, ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസിനും കൂടിയാണ് ഇത്ര തോനെ എടുക്കുന്നത്. പിന്നെ ഈ ഒരു കട്ടർ യൂസ് ചെയ്തിട്ടാണോ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കട്ടിയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അതുപോലത്തെ ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ട് വരും. പിന്നെ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ എനിക്ക് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരു പോട്ട് എടുത്തിട്ട് അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും പിന്നെ ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒരു ഹാഫ് കുക്കാക്കി എടുക്കുക. ഓവർ കുക്ക് ചെയ്തെടുക്കരുത്, ഹാഫ് മതി. പിന്നെ ഒരു കുക്കറിലേക്ക് ചിക്കന്, ഉരുളക്കിഴങ്ങ്, മാഗി ക്യൂബ് അതൊരു 1.5 പീസ് എടുത്തിന്. പിന്നെ അതിലേക്ക് തന്തൂരി മസാല, അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഞാൻ അഡീഷണൽ ഉപ്പൊന്നും ആഡ് ചെയ്തില്ല, കാരണം മാഗി ക്യൂബ് ഇട്ടതല്ലേ. അപ്പോൾ അത് നോക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഓണിൽ ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ മതി. പിന്നെ ബ്രെഡ് പൊടി എടുക്കണം. അപ്പോൾ ഞാനൊരു 10 ബ്രെഡായിട്ട് എടുത്തേനു, പക്ഷെ 10 ബ്രെഡിൻ്റെ ആവശ്യമൊന്നും വന്നില്ല, ഒരു 6 മതിയായിരിക്കും. പിന്നെ ഇതിലേക്ക് സവാള, മല്ലിയില, പിന്നെ പച്ചമുളകും, പിന്നെ തക്കാളിയും വേണം കേട്ടോ. പിന്നെ ഇത് വെന്ത് വന്നതിന് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഉരുളക്കിഴങ്ങായിട്ട് ഇങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഒപ്പം ഇട്ട് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഇത് ഓവർ വേവായാലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇത് രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് ഒന്ന് സ്മാഷ് ചെയ്തിട്ടും ചിക്കനും ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടും എടുത്ത് പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ ഫ്ലെയിം മീഡിയം ആക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് സവാള ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അഡീഷണലായിട്ട് ഞാൻ ഓവർ മസാല ഒന്നും ആഡ് ചെയ്യില്ല, ഉപ്പും ഗരം മസാല ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ അതൊന്ന് മിക്സ് ചെയ്ത് വന്നാൽ ഈ സ്മാഷ് ചെയ്ത് പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാൻ ഗ്രേറ്റ് ചെയ്തപ്പോൾ ഓവർ പൊടിഞ്ഞു പോയി, പക്ഷേ കുഴപ്പമൊന്നുമില്ല, പൊടിനാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ ഇതിലേക്ക് പച്ചമുളകും മല്ലിയില ഇട്ടിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ എല്ലാം ഇങ്ങനെ വെന്തതായതുകൊണ്ട് ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട, ഒരു ലോ ഫ്ലെയിമിലിട്ടാൽ മതി. പിന്നെ ഞാൻ തക്കാളി പേസ്റ്റ് ആട്ടോ ഉപയോഗിക്കുന്നത്. പേസ്റ്റ് ഇല്ലാത്തൊരു മറ്റേത് യൂസ് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ 2 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ചെറു ചൂടുവെള്ളം ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചവെള്ളം ഒഴിക്കുക. പിന്നെ എനിക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെറു ചൂടുവെള്ളം എടുത്തെന്നുള്ളൂ. എന്നിട്ട് ഇത് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. അത് റെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആവണം മാവ്. അപ്പോൾ ഇങ്ങനെ ആക്കി എടുക്കുക. എന്നിട്ട് പിന്നെ ഇത് പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ബോട്ടിലിങ്ങനെ വീഡിയോക്ക് വേണ്ടിയിട്ട് പരത്തുന്നതുകൊണ്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് അടുത്ത് നിങ്ങൾക്ക് വലുതാക്കിയിട്ട് പരത്തിയിട്ട് ഇങ്ങനെ ഒന്നിൽ തന്നെ ഒരു 4-5 ബോൾസൊക്കെ ആക്കിയെടുക്കുക. ഞാനിപ്പോൾ 1-2 മാക്സിമം കൊള്ളുന്നതാണ് എടുക്കുന്നത്. എന്നിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിൽ ഈ ഫില്ലിങ് വെക്കുക. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് വെക്കുക. എന്നിട്ട് അതിൻ്റെ ഇതിലേക്ക് മാവിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ഈ സെൻറ്ററിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയും സിമ്പിളാണ്. പിന്നെ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാനേ ഉള്ളൂ. കോട്ട് ചെയ്യാൻ നമ്മൾ മുട്ടയിലാണ് കോട്ട് ചെയ്യുന്നത്. വേണമെങ്കിൽ കോൺഫ്ലവറും മൈദ അതിലും കോട്ട് ചെയ്യുക. പിന്നെ ഞാൻ ഇപ്രാവശ്യം മുട്ട ആക്കിയതാണ്. അപ്പോൾ 2 കോഴിമുട്ട എടുക്കുന്നുണ്ട്, അതിലേക്ക് മൈദ ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഗരം മസാലയും, പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒരിക്കലും കൂടിപ്പോയത്, ഓവർ കൂടിപ്പോയാൽ പിന്നെ നമ്മളെ ബ്രെഡിൻ്റെ ഇതൊന്നും അതിലേക്ക് പിടിക്കാതിരിക്കുക. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി. അത് നോർമൽ നമ്മളെ പച്ചവെള്ളം ആട്ടോ ഒഴിക്കുന്നത്, ചുടുവെള്ളം നല്ല ഒഴിക്കുന്നത്. പിന്നെ ആദ്യം ഈ മുട്ടയിൽ കോട്ട് ചെയ്യുക, പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക. അങ്ങനെ എല്ലാം ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് ബ്രെഡ് വരണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് എല്ലാ ഭാഗത്തും ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഫ്രഞ്ച് ഫ്രൈസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തപ്പോഴാണ് ഈ കോഴിക്കാലിട്ട് കൊടുക്കുന്നത്. ഇതിങ്ങനെ വെന്ത സാധനം ആയതുകൊണ്ട് ഓവർ കുക്ക് ചെയ്യണ്ട, ഏറ്റവും മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി, ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്. അപ്പോൾ ഭയങ്കര പെട്ടെന്ന് ഒരു ബ്രൗൺ ആവും. അപ്പം ഈ മൈദ വേവാതെ നിൽക്കും, മൈദ ആണ് ഒന്ന് വേവിക്കേണ്ടേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സിമ്പിളാണ്. ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.